പ്രിയപ്പെട്ടവരെ നമസ്കാരം. കുറേ പേരായി ചോദിക്കുന്നത് നമ്മളോട് ചോളം എങ്ങനെ വീട്ടിൽ കൃഷി ചെയ്യാം. വലിയ കൃഷി തോട്ടങ്ങളല്ലടാ, ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത്. ചോളത്തിൻ്റെ കൃഷിയുടെ കാലയളവ് എന്ന് പറയുന്നത് കുരു നട്ടിട്ട് 70 പൊക്കം 70 ദിവസം മതി. 70 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം. ചിലപ്പോൾ 75 ദിവസം വരും, എന്നാലും കുഴപ്പമില്ലല്ലോ, 5 ദിവസം കൂടും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ സാധനം തന്നെ ആളുകൾ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോളത്തിൻ്റെ വിത്ത് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ചോളത്തിൻ്റെ വിത്തിന് അന്വേഷിച്ച് ഒരിക്കലും പോരുത്. അതിന് പിന്നെ ഇവിടെ പോകേണ്ട ആവശ്യമില്ല. കോഴികൾക്ക് കൊടുക്കുന്ന ചോളം ഇതിൽ നിന്ന് നമ്മൾ ഒരു പിടി എടുക്കണം. ഇതാണ് നമ്മൾ നടാൻ പോണത്. അല്ലാണ്ട് വേറെ ഇതിനു വേണ്ടി വിത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായില്ലേ. 1 കിലോന് 22 രൂപ എന്തുകൊണ്ട് ഈ ചോളത്തിന്. അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇത് ഇത്രയ്ക്ക് പോകുന്ന ഒരു ഇതിലാക്കിയിട്ട് പാക്കറ്റിലാക്കിയിട്ട് 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ എന്തോരം ലാഭമായി നോക്കിയാൽ ഒരു പിടിയിൽ ഇപ്പോൾ എത്ര ഉണ്ടാവും? ഒരു 10-15 ഗ്രാം ഉണ്ടാവും. ഈ ചോളത്തിൻ്റെ എല്ലാ മാർക്കറ്റിലും കിട്ടും, മനസ്സിലായ. അപ്പോൾ ഇത് മതി നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം കേട്ടാ. ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ കുഴിച്ചിടാൻ പോണത്. നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടാ. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ചോളം നടാൻ പോണത്. അതിൻ്റെ തടം ഞാൻ കോരാൻ പോവാണ് കേട്ടോ. നമ്മൾ ചോളം നടാനുള്ള സ്ഥലം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇളാൻ കൊണ്ട് ഓരോ കുഞ്ഞ് കുഴി കുത്തിയിട്ട് അരിക്കാൻ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. വളങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിക്കാട്ടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെണ്ണൂറ് അത് ഇതൊക്കെ ഇല്ലേ, പശുവിൻ്റെ മൂത്രം അതൊന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ ചെയ്യാം. ഒരു ചെറിയ കുഴി മതിയിട്ടാ, വലിയ താഴ്ചയൊന്നും വേണ്ട. ഒരടി അകലം അങ്ങോട്ട് വെച്ചിട്ടുണ്ടാക്കാം നമുക്ക്. ഇനി ഇതിരിക്കാണ്ട് ഓരോന്നാണ്ട് ഇട്ട് പോയാൽ മതി. അതിൽ കിടന്നോട്ടെ. എന്നിട്ട് പിന്നെ മൂട്ടിട്ടാ, വെറുതെ ഒന്ന് മൂട്ടിട്ടാൽ മതിട്ടാ. ചോളം കംപ്ലീറ്റ് ഇതിലേക്ക് നട്ട് കഴിഞ്ഞു കേട്ടാ. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കും. ഇതിൽ ചോളം കറക്റ്റ് മറ്റേ അടിക്കണക്ക് വെച്ചിട്ട് നടേണ്ട ആവശ്യമില്ലേട്ടാ. ഇഷ്ടമുള്ള സ്ഥലത്ത് മുഴുവൻ നട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. അത് തിക്കായാലും കുഴപ്പമില്ല, തന്നെ വളർന്നോളും. നമ്മൾ ചോളം നട്ടന് വെള്ളം അടിച്ചു കൊടുത്തു കേട്ടാ. വെള്ളം നനച്ചു കൊടുത്തു. ഇനി 2-3 ദിവസത്തിനുള്ളിൽ ഈ സാധനം പൊന്തി തുടങ്ങും. 6 ദിവസമായി നമ്മുടെ ചോളം കംപ്ലീറ്റ് മുളച്ചു കേട്ടാ. കണ്ട ഇത്രയ്ക്ക് വലിപ്പായി. 12 ദിവസമായി അത് ഇത്രയ്ക്ക് വലിപ്പായിട്ടാ. കുഴപ്പമില്ല, നല്ല വലിപ്പം വരുന്നില്ലേ. നമ്മൾ അതിലേക്ക് വെണ്ണൂറ് പിന്നെ പശുവിൻ്റെ മൂത്രം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ വേണമെങ്കിലും ഇതിൻ്റെ കടക്കിലാട്ടാ. അപ്പോൾ നമ്മുടെ ചോളം നട്ടിട്ട് കണ്ട 24 ദിവസമായിട്ടാ നല്ല വലിപ്പമായി തുടങ്ങി. കണ്ട ഇപ്പം ഹൈറ്റ് ഇത്രയ്ക്ക് വലിപ്പമായി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നിറയെ ചവറിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വേനൽക്കാലമല്ലേ, വെള്ളം അടിച്ചു കഴിഞ്ഞാലും അത് പെട്ടെന്ന് ഉണങ്ങിപ്പോണ്ടിരിക്കാനായിട്ടേ ചവറിട്ട് നിറച്ചിട്ടുണ്ട്. പിന്നെ വെണ്ണൂറ് ഇട്ട് കൊടുക്കും, പശുവിൻ്റെ മൂത്രം എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയ വളങ്ങള കോഴിക്കാട്ടം ഒക്കെ ഇട്ട് കൊടുത്തോ, എന്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുത്തോ. നമ്മുടെ ചോളം ഓരോ ദിവസവും ചെല്ലുന്തോറും വലുതായിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്നായി നനച്ചു കൊടുക്കണം, എന്നാലാണ് നല്ല വളർച്ച ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ചോളം കണ്ട സാരിദ്യാരം ഉയരാവാറായി കണ്ട. എന്തൊരു ഭംഗിയല്ലേ ചോളം ഹൈറ്റായി, വലിപ്പമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് പൂട്ട് തുടങ്ങും. നമ്മൾ കുഴിച്ചിട്ട ചോളം എന്നെക്കളും ഉയരായില്ലേ, എന്നെക്കളും ഉയരായി തുടങ്ങി കണ്ട. മുകളിൽ കണ്ട ഒരു കതിര് വന്ന് തുടങ്ങിണ്ട. ഈ സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോളം അതിൻ്റെ ഇതിലുണ്ടായി തുടങ്ങി കണ്ട. ഇതാണ് ചോളത്തിൻ്റെ ഗർഭിണിയായി പ്രസവിക്കാറായി തുടങ്ങി എന്നർത്ഥം. വേറെ നോക്കാം. പൂട്ടത് ഇത് കണ്ട, ഇവിടെ തടിച്ചു പോകണണ്ട. ഇതിന് ഇതിൻ്റെ ഇത് തുമ്പ് നമ്മുടെ ചോളം ഒക്കെ പൂട്ട് തുടങ്ങിയിട്ടാ കണ്ട. എല്ലാത്തിൻ്റെ ഇതിലും ഉണ്ടായി തുടങ്ങി. ഇവിടെ ഇത് വലുതായി തുടങ്ങി കണ്ട. ഇത്തിരി വലിപ്പം കൂടി തുടങ്ങി കണ്ട. കനം വെച്ച് വരുന്നു. വേറെ അവിടേക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ.
ഇതാണ് ചോളകൃഷി. നമ്മുടെ ഈ ചോളത്തിൻ്റെ വളർച്ച ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസം കൂടി പിടിക്കുമ്പോൾ അതിന് മുമ്പ് വീഡിയോ ഇടാൻ വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മളിവിടെ തത്തമ്മകളും കാര്യങ്ങളൊക്കെ കണ്ടമാനുള്ള കാരണം നമ്മളിത് ഇങ്ങനത്തെ പീടിയെന്ന് സാധനം വാങ്ങിക്കില്ലേ, അത് ഈ സാധനത്തിൻ്റെ യോറയില്ലേ, യോറ നമ്മൾ ഇങ്ങനെ ഇടുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ഇതൊക്കെ വെടുപ്പാക്കും. അതെ, ഇങ്ങനെ ഉറ വെച്ചിട്ട് സാധന വള്ളി കൊണ്ട് ഇതിങ്ങനെ വെറുതെ ഒന്ന് കെട്ടിയിടും. ഇങ്ങനെ വെറുതെ കെട്ടിയിടും. കിളികൾക്കും തത്തമ്മൾക്കും ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇങ്ങനത്തെ കെട്ടണ്ട കേട്ടാ. നമുക്ക് നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ല, അവറ്റൊന്നും കഴിക്കണമല്ലോ. ഇതിന് വലിപ്പം കൂടും. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം മണികൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്നും പൊളിച്ചൊന്നും കാണിക്കുന്നില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂപ്പാവാൻ കുറച്ച് ദിവസം കൂടി പിടിക്കും, ഒരു 10-18 ദിവസം കൂടി പിടിക്കും. അപ്പം നമ്മൾ അത് ചെയ്യുന്നില്ല. വീട്ടിലത്തെ ചോളകൃഷിയുടെ കാര്യങ്ങൾ കണ്ടല്ലോ. ഇതിന് കീടരോഗബാധകളൊന്നും വളരെ കുറവാണ് വരിക, അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളർച്ച കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അച്ചടി ഭാഷയിൽ തന്നെ പറയുന്നത്, വളർച്ച കാലഘട്ടത്തിൽ തന്നെ നന്നായി വളം, ജൈവവളമാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ചാണം, പശുവിൻ്റെ മൂത്രം, ഈ വെണ്ണൂറ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇംഗ്ലീഷ് വളം എന്തായാലും വാങ്ങിയൊന്നും ഉപയോഗിക്കില്ല. ഈ സാധനം നന്നായി കൊടുത്ത് നല്ല വളർച്ച കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോളത്തിൻ്റെ പൊതികളുണ്ടല്ലോ, ഈ പൊതികളിൽ മണികൾ അധികം ഉണ്ടാവില്ല, അവിടെ ഇവിടെ മണികൾ ഉണ്ടാവുള്ളൂ. നിറഞ്ഞ് ഒരു ചോളത്തിൻ്റെ കുരു നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 700 മണി ഒരു പൊതിയിൽ കിട്ടണമെങ്കിൽ, 700 മണി ഞാൻ ഉദ്ദേശം പറഞ്ഞ കേട്ടാ, 700 മണി കിട്ടണമെങ്കിൽ നല്ല പോലെ വളം ചെയ്യണം, മനസ്സിലായ? അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തില്ല കേട്ടാ. തത്തമ്മളും കിളികളെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കണ്ടില്ല നിറയെ ശബ്ദം കേൾക്കുന്നുണ്ടാ. അവർക്ക് കൊടുക്കാൻ ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതികൾ, ബാക്കിയുള്ള പൊതികൾ കെട്ടിയാൽ മതി, ഒരു കുറച്ചെണ്ണം തുറന്നിട്ട് കൊടുത്തോ, അവരോട് തിന്നട്ടെ. പിന്നെ ഒരു ഉപദ്രവകാരി എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ തുരപ്പന്മാർ അല്ലെങ്കിൽ എലികളൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോളത്തിൻ്റെ ഇത് കുഴിച്ചിട്ടില്ലേ, ഒരു കുഴിച്ചിട്ട് പൊന്തില്ലേ, ശരിക്കും ഒരു ചെറിയ മുള പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അത് വന്നിട്ട് തുറന്ന് അതിൻ്റെ ചോളത്തിൻ്റെ ഇതെടുത്ത് തിന്ന് ഇവർ സ്ഥലം വിടും. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവരുടെ കെണി വെച്ചിട്ട് ആദ്യം അവരുടെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്യാം കേട്ടോ. ചട്ടിയിൽ, ഗ്രോ ബാഗിലൊക്കെ വെക്കാട്ടാ, ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യാം. ഒരു ചട്ടിയിൽ ഒരു 3 കുരി അങ്ങനെ നട്ടാലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വിഷമില്ലാത്ത നല്ല ചോളം, നമുക്ക് മരുന്നടിക്കാത്ത ചോളം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാം. എല്ലാവരും ധാരണ നമ്മളോട് ഈ സാധനം ഉണ്ടാവില്ല, തമിഴ്നാട്ടിൽ മറ്റിടത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു ചുക്കുമല്ല. ഇത് നമ്മളവിടെ ഈസി ആയിട്ട് ഉണ്ടാവും. ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.